തോമസ് സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മളെല്ലാ ദിവസവും ഒരു ഫലസ്തീൻ സ്റ്റോറി അല്ലെങ്കിൽ ഇസ്രായേൽ ഫലസ്തീൻ ഇഷ്യൂ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്. വളരെ വസ്തുനിഷ്ഠമായി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ എപ്പിസോഡിലെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഇൻസിഡൻറ്റ് ഇന്നലെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പാർലമെൻ്റ് എന്ന് വിളിക്കുന്ന അവിടുത്തെ അമേരിക്കൻ സെനറ്റിൽ അമേരിക്കൻ കോൺഗ്രസ്സിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്. ആ സന്ദർശനം അത് ഒരേ സമയം സമ്മിശ്ര വികാരങ്ങളുണ്ടാക്കി. കടുത്ത പ്രതിഷേധവും വലിയ വലിയ പ്രതിഷേധ റാലിയും വന്നു അവിടെ. അമേരിക്കൻ പാർലമെൻറ്റ് ഈ സെനറ്റേഴ്സ് തന്നെ പലരും ബഹിഷ്കരിച്ചു. എങ്കിലും മഹാഭൂരിപക്ഷം പേരും വലിയ സ്റ്റാൻഡിങ് അപ്ലോസ് കൊടുത്ത് അമേരിക്കൻ ചരിത്രത്തിൽ അദ്ദേഹത്തിന് വലിയ ഇതൊന്നും വകവെക്കാതെ വളരെ ധീരമായ തൻ്റെ സ്റ്റാൻഡ് വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ പ്രതിഷേധക്കാർക്ക് പോലും മറുപടി പറഞ്ഞുകൊണ്ട് ധീരമായി അദ്ദേഹം പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൻ്റെ ഒരു മേജർ കണ്ടൻറ്റ് വാർത്തകളിൽ അത്ര സൂക്ഷ്മമായിട്ട് സഞ്ചരിക്കാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തുടങ്ങാം. ബാക്കി അതിൻ്റെ ഇമ്പോർട്ടൻസ് അതിന് ശേഷം നമുക്ക് വിശകലനം ചെയ്യാം. ആ പ്രസംഗത്തിൻ്റെ മേജർ കണ്ടൻറ്റ് സാർ ഒന്ന് പറഞ്ഞോളൂ പൂർണ്ണമായിട്ട്. ഓക്കെ. അപ്പോൾ ഒരു ഫോറിൻ ലീഡർ അമേരിക്കൻ കോൺഗ്രസ്സിന് 4ാമത്തെ പ്രാവശ്യം അഡ്രസ്സ് ചെയ്യുന്ന ആ സംഭവം ആദ്യമായിട്ടാണ്. 3 പ്രാവശ്യമൊക്കെ മറ്റു പലരും അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ നെതന്യാഹു 4ാം വട്ടമാണോ ഇതിപ്പോൾ അമേരിക്കൻ പാർലമെന്റിൽ പോകുന്നത്? അമേരിക്കൻ അപ്പോൾ ഇത് 4ാമത്തെ പ്രാവശ്യം. ഇതിന് മുമ്പ് 3 പ്രാവശ്യമൊക്കെ ചിലർ ചെയ്തിട്ടുണ്ട്. വിൻസ്റ്റൺ ചർച്ചിൽ 3 പ്രാവശ്യം അവിടെ ഇത് റെക്കോർഡാണ് അല്ലേ? ഇത് 4 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അതൊരു റെക്കോർഡാണ്. അപ്പോൾ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഹി താങ്ക്ഡ് ബൈഡൻ. ഇൻ അവർ ഡാർക്കസ്റ്റ് അവേഴ്സ് യു ആർ വിത്ത് യു. അപ്പോൾ അതിന് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ്. ബൈഡൻ മാത്രമല്ല അല്ലേ, അമേരിക്കൻ ഹിസ്റ്ററിയിൽ ഇപ്പോൾ 48 മുതൽ അമേരിക്കൻ ഗവൺമെൻറ്റുകൾ എല്ലാ ഗവൺമെൻറ്റും ഇസ്രായേലിനെ പിന്തുണച്ചു. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ അവിടെ ഗാസയിൽ നിന്ന് അറ്റാക്ക് ഉണ്ടായപ്പോൾ ആ സമയത്ത് അത് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തത് അവർ ഡാർക്കസ്റ്റ് അവേഴ്സ് എന്നാണ്. ആ സമയത്ത് അതിൻ്റെ തുടക്കം തൊട്ട് കൺസിസ്റ്റൻ്റായിട്ടും സ്റ്റെഡ് ഫാസ്റ്റായിട്ടും ഞങ്ങളുടെ കൂടെ വന്നതിന് പ്രത്യേകം നന്ദി എന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ആ പരിസരത്തൊക്കെ പ്രതിഷേധക്കാർ വളരെയധികം തടിച്ചുകൂടിയായിരുന്നു. കോൺഗ്രസിൻ്റെ ഈ മീറ്റിംഗ് അവിടെ പരിസരത്തും റോഡുകളിലൊക്കെ റാലിയും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെപ്പറ്റി പ്രത്യേകിച്ചൊരു കൂസലില്ലാതെയാണ് നെതന്യാഹു വന്നിരുന്നത്. അത് പാർട്ട് ഓഫ് ദി ഗെയിം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കാണുന്നത്. അപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞിരുന്നത് ദേ ആർ യൂസ്ഫുൾ ഇഡിയറ്റ്സ് ഓഫ് ഇറാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വല്ലാത്ത പ്രയോഗമാണ്. യൂസ്ഫുൾ ഇഡിയറ്റ്സ് ഓഫ് ഇറാൻ എന്നാണ് അദ്ദേഹം അവരെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇറാൻ്റെ പാവകളായി ഇറാൻ വളരെ സമർത്ഥമായി ഉപയോഗിക്കുന്ന വിഡ്ഢികൾ. അതെ. അപ്പോൾ അതിൽ കുറേ പേര് പിന്നെ ഈ സെനറ്റേഴ്സിൽ തന്നെ കുറേ പേര് ആബ്സെൻ്റ് ആയിരുന്നു. അതിൽ ഒരു അറൗണ്ട് 50 സെനറ്റേഴ്സ് ഫ്രം ദി ഡെമോക്രാറ്റിക് സൈഡ് ദേ വർ ആബ്സെൻറ്റ്. ഡെമോക്രാറ്റ്സ് ആസ് എ ഹോൾ ഏറെക്കുറെ അല്ലേ, ഡെമോക്രാറ്റ്സ് ബഹിഷ്കരിച്ചു എന്ന് വേണം പറയാൻ. പക്ഷേ ഡെമോക്രാറ്റ്സ് ഭരണകക്ഷിയാണ് താനും. ബൈഡൻ പ്രസിഡന്റ് ആയിരുന്നു. പക്ഷേ കമല ഹാരിസ് ഉൾപ്പെടെയുള്ള ഡെമോക്രാറ്റിക് സെനറ്റേഴ്സ് ബഹിഷ്കരിച്ചു. അപ്പോൾ കമല ഹാരിസ് അതിനൊരു ഭംഗിവാക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത ചില പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാത്തതെന്ന് പറഞ്ഞു. പക്ഷേ അവർക്കത്ര താല്പര്യമില്ല എന്നാണോ ഈ പറഞ്ഞ പ്രസംഗത്തിൽ ഇത് കേട്ടിരിക്കാനായിട്ട്. അതൊരു ഡെമോക്രാറ്റിക് നിലപാടാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവർ ഇലക്ഷൻ നേരിടാൻ പോകുന്നതിൻ്റെ ഒരു സമയത്ത് ആ ഒരു ഇഷ്യൂ വല്ലാതെ കത്തിക്കേണ്ടെന്ന് വെച്ചിട്ടാവും അല്ലേ, ഒരു സോഫ്റ്റായ മറുപടിയൊക്കെ പറഞ്ഞ് മാറിയെന്നായിരിക്കും തന്ത്രപൂർവ്വം. പിന്നെ അദ്ദേഹം ഗാസയിൽ നടക്കുന്ന ക്ലാഷിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ക്ലാഷ് ബിറ്റ്വീൻ ബാർബറിസം ആൻഡ് സിവിലൈസേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു 30 കൊല്ലം മുമ്പ് ഇതിൻ്റെ ഒരു സൈദ്ധാന്തിക അടിത്തറ ഈ മീൻസ് ഈ ഇസ്ലാമിക് ഫണ്ടമെൻ്റൽസും ഈ വെസ്റ്റേൺ സിവിലൈസേഷനും തമ്മിലുള്ള ക്ലാഷിനെ കുറിച്ചൊരു പുസ്തകം വന്ന സാറിന് ഓർമ്മയുണ്ട്? ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ, സാമുവൽ പി ഹണ്ടിങ്ടൺ. അതേ വാചകമാണത്. എന്നുവെച്ചാൽ സിവിലൈസേഷൻ ഒരു ഭാഗത്തും ബാർബറിസം മറുഭാഗത്തുമുള്ള ഫൈറ്റാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വേറൊരു കാര്യമുണ്ട്, അത് അമേരിക്കൻ തിയറി ആയിരുന്നല്ലോ. ആ അമേരിക്കൻ തിയറിയുടെ ഇംപ്ലിമെൻറ്റേഷനാണ്, അതല്ലെങ്കിൽ അതിൻ്റെ വിക്ടിംസാണ് ഞങ്ങൾ എന്ന മട്ടിലാണത്. ഒരു മനോഹരമായ ഒരു ബന്ധിപ്പിക്കലാണത്. ഓക്കെ. പിന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇപ്പം ഞങ്ങളെ എതിർക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ദി ആക്സിസ് ഓഫ് ടെറർ എന്നാണ് അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് ഇറാനും പിന്നെ ഹിസ്ബുള്ളയും ഹൂത്തിയും
പിന്നെ അതേപോലെയുള്ള ഇപ്പോൾ സിറിയയിൽ നിന്നൊക്കെ ആക്രമണം വരുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഒരു ടെറർ ഭീകര അച്ചുതണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുക. ഇത് ബിക്കോസ് വാർ അഗൈൻസ്റ്റ് ടെററാണ്. അല്ലാതെ ആ പ്രയോഗത്തിലും ശരിയുണ്ട് സാറേ. കാരണം എല്ലാ തീവ്രവാദികളും കഴിഞ്ഞ ഇസ്ലാമിക് ടെററിസ്റ്റുകൾ അവരുടെ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട അച്ചുതണ്ടായിട്ട് ഉപയോഗിക്കുന്നത് എല്ലാ കാലത്തും ഫലസ്തീനാണ്. ആ ഇഷ്യൂ ഇപ്പോൾ കൈവിട്ടു പോകുമോ, അത് ഏതാണ്ട് അവസാനിക്കുമോ എന്നുള്ള ഒരു വലിയ ഭീതി അവർക്കുണ്ട് തന്നെ ഇപ്പോൾ. അതാണ് ഇപ്പോഴത്തെ ഈ പൊട്ടിത്തെറിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം. രണ്ടു കൂട്ടരും സുന്നി തീവ്രവാദികളും ഷിയ തീവ്രവാദികളും ഒരുപോലെ ഫോക്കസ് ചെയ്ത് വളർന്നു വന്നതാണ്. അത് അവർ വളർന്നു എന്നല്ലാതെ പലസ്തീൻ അതുകൊണ്ട് ഇതുവരെ ദോഷമല്ലാതെ പ്രയോജനം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ആക്സിസ് ഓഫ് ടെറർ എന്നാണ് ഈ ഇറാനും അവരുടെ സഖ്യകക്ഷികളെയും അദ്ദേഹം വിളിക്കുന്നത്. പിന്നെ അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഒരു യെല്ലോ പിൻ കുത്തിയിട്ടുണ്ടായിരുന്നു. യെല്ലോ പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിംബോളിക് ഓഫ് ദി സോളിഡാരിറ്റി വിത്ത് ദി ഹോസ്റ്റേജസ്. എന്ന് പറഞ്ഞാൽ ഹമാസ് ബന്ദികളായി പിടിച്ചുകൊണ്ടുപോയി തടങ്കലിൽ വെച്ചിരിക്കുന്ന ജൂതന്മാരോട് അല്ലെങ്കിൽ ഇസ്രായേലി പൗരന്മാരോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് പ്രതീകാത്മകമായ ഈ മഞ്ഞ പിന്നും ധരിച്ചാണ് അദ്ദേഹം പ്രസംഗത്തിന് വന്നത് പാർലമെന്റിൽ. അതെ. അപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഉണ്ടെന്നാണോ ഈ പിടിച്ചുകൊണ്ടുപോയിക്കണേൽ അല്ലേ? ഉണ്ട്. പലരും അവര് സ്കിന്ന് നോക്കി വംശം നോക്കിയാണ് ജൂതനാണോ പിടിച്ചുകൊണ്ടുപോയി അതാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ 50 ഇയേഴ്സിന് ഉള്ള ഫ്രണ്ട്ഷിപ്പിന് അദ്ദേഹം നന്ദി പറഞ്ഞു നമ്മൾ നേരത്തെ കണ്ടു. 50 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഓർക്കണം, അത് അദ്ദേഹം പറയുന്നത് ചെറിയ പ്രയോഗമല്ല. കാരണം ബൈഡൻ വന്നിട്ട് 4 കൊല്ലമേ ആയിട്ടുള്ളൂ. പക്ഷേ കൃത്യമായിട്ട് 50 ഇയേഴ്സ് ലോങ് ബിഫോർ എന്നുവെച്ചാൽ ഈ ഇസ്രായേൽ ഇഷ്യൂ ആരംഭിച്ച കാലം തൊട്ട്, ഇസ്രായേലിനെ അറബ് രാജ്യങ്ങൾ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടേയിരുന്ന കാലം തൊട്ട്, അവരിത്രയൊന്നും സ്ട്രോങ് അല്ലാത്ത കാലത്ത്, ദുർബലമായ കാലത്ത്, ഡാർക്ക് ഓൾഡ് ഡേയ്സ് എന്നല്ലേ പറയുന്നത്, അത് ആ കാലത്ത് ആരുമില്ലാത്ത കാലത്ത് അമേരിക്ക തന്ന പിന്തുണയ്ക്ക് നന്ദി പറയുന്നു എന്ന് തീർച്ചയായിട്ടും അത് പറയേണ്ടതാണ്. പിന്നെ ഒരു കാര്യം, കുറേ പേര് ഞാൻ പറഞ്ഞല്ലോ ഈ നേരത്തെ ഹോസ്റ്റേജസ് ആയിരുന്നവർ കുറേ പേര് ഇത് കേൾക്കാനായിട്ട് വന്നിരിപ്പുണ്ടായിരുന്നു. പിന്നെ നോട്ടബിൾ ആബ്സെൻസ് എന്ന് പറഞ്ഞാൽ കമല ഹാരിസിൻ്റെയാണ്. അത് ഷീ സെഡ് ചില നേരത്തെ ഷെഡ്യൂൾ ചെയ്ത റീസൺസും അങ്ങനത്തെ കാര്യങ്ങളുള്ളതുകൊണ്ടാണ് വരാതിരുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ആളവിടെ സ്പെഷ്യലി നോട്ട് ചെയ്യപ്പെട്ടിരുന്ന ആൾ റഷീദ എന്ന് പറഞ്ഞിട്ട് ഒരു പാലസ്തീനിയൻ മെമ്പർ അല്ലേ. അവര് പലസ്തീൻ അഭയാർത്ഥിയായിട്ട് അമേരിക്കൻ വന്ന് സിറ്റിസൺഷിപ്പ് കിട്ടി, അസൈലം തേടിയതാണ്. അതെ. അപ്പോൾ അവിടെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. അവര് എന്താ പറയുന്നത്, കെഫിയ അവരുടെ വേഷമല്ലേ, കെഫിയ ധരിച്ചിട്ടാണ് വന്നിരുന്നത്. അതിനൊരു തലപ്പാവ്, ഈ പലസ്തീൻ തലപ്പാവാണ്, അറബ് തലപ്പാവാണ് പൊതുവെ പറയുന്നത്. അതെ. അപ്പോൾ ഹെഡ് സ്കാർഫ് അവർ ധരിച്ചിട്ട് തന്നെയാണ് വന്നിരുന്നത്. പിന്നെ നെതന്യാഹു വന്നു കഴിഞ്ഞപ്പോൾ അവർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റിക്കൊന്നും ചെയ്തില്ല. അവർക്ക് അദ്ദേഹത്തിന് റെസ്പെക്ട് കൊടുത്തില്ല. അദ്ദേഹത്തിന് കാരണം നാച്ചുറൽ ഇപ്പോൾ പാലസ്തീനിയൻ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രതിഷേധം എന്നുള്ളത് കഴിഞ്ഞിട്ട് ആജീവനാന്ത ശത്രുതയായിട്ടാണല്ലോ പോകുന്നത്. മാത്രമല്ല ആ പ്രസംഗം മുഴുവനും ഫലസ്തീൻസിനെതിരാണ്. പക്ഷേ അവരും മനസ്സിലാക്കാതെ പോകുന്നത് ആരാണ് ഈ പരിണതിയിലേക്ക് അവരെ എത്തിച്ചത്, ഫലസ്തീനിയൻസിൻ്റെ ഈ ദുർഗതിയിലേക്ക് കഴിഞ്ഞ 75 കൊല്ലമായി നയിച്ചത് ആരാണ്. രണ്ടാമത്തെ കാര്യം, നെതന്യാഹു ഇസ്രായേലും പൊരുതിക്കൊണ്ടിരിക്കുന്നത് ഫലസ്തീൻ ജനതയോട് അല്ലല്ലോ, പർട്ടിക്കുലർലി അവിടെ ഇവരുടെ രാജ്യത്തെ അക്രമം നടത്തിക്കൊണ്ടിരുന്ന ഹമാസിനോടാണ്. ആ 2 കാര്യങ്ങളാണ് അതിൽ തിരിച്ചറിയേണ്ടത്. ഓക്കെ. പിന്നെ ലോ മേക്കേഴ്സ് ഓൾ ഓഫ് ദം ഇദ്ദേഹം പറയുമ്പോൾ എല്ലാവരും ചാടിയെന്ന് കൈയടിക്കാനും അവിടെ ഉള്ള ആൾക്കാർക്ക് അവർ ഭയങ്കര അപ്ലോസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതായത് ആദ്യമായിട്ടാണ് ഒരു ഫോറിൻ ലീഡർ ഇവിടെ ഇതേപോലെ വന്ന് 4ാമത്തെ പ്രാവശ്യം ഈ അമേരിക്കൻ കോൺഗ്രസ്സിനെ അഡ്രസ്സ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രസംഗത്തിൻ്റെ ഹെഡ്ലൈറ്റ്സ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നതേ, ഈ അമേരിക്കയുടെ ഇന്നർ പൊളിറ്റിക്സ് അത്ര ഡീപ്പ് റൂട്ട് നമുക്ക് അറിഞ്ഞുകൂടാ, ഇൻഡെപ്ത്. പക്ഷേ 2 കാര്യമുണ്ട്. ഒന്ന്, ബൈഡൻ പൊളിറ്റിക്സിൽ നിന്ന് മാറുന്നു. രാഷ്ട്രീയമായ ഒരു വനവാസമൊക്കെ ആയിരിക്കും ഇനിയുള്ള കാലം. ഒരു പക്ഷേ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് അദ്ദേഹം ഫ്രയിൽ നിന്ന്, മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നത്. ഇതുവരെ ഡെമോക്രാറ്റ്സ് സ്വീകരിച്ച നിലപാടല്ല ഇപ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്നത്. ഈ സമയത്ത് അവിടെ നെതന്യാഹുവിനെ ക്ഷണിച്ചു വരുത്തി എന്ന് പറയുന്നതിൽ ഒരു ഇന്നർ പൊളിറ്റിക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഡെമോക്രാറ്റ്സിൻ്റെ മഹാഭൂരിപക്ഷത്തിൻ്റെയും പ്രഖ്യാപിത നിലപാട് കുറച്ച് പ്രോ പലസ്തീനാണ് എന്ന് പറഞ്ഞാൽ പ്രോ ഇസ്രായേൽ ആയിരുന്നില്ല. മാത്രമല്ല
പലപ്പോഴും അമേരിക്ക സമീപകാലത്ത് സ്വീകരിച്ച നിലപാടൊന്നും ഇപ്പറഞ്ഞ 50 കൊല്ലത്തെ അഡമൻ്റായ പ്രോ ഇസ്രായേൽ സ്റ്റാൻഡ് അല്ല. സമീപകാലത്തെ നിലപാടൊക്കെ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഹമാസിൻ്റെ ഒടുവിലത്തെ ആക്രമണം കഴിഞ്ഞ ഒക്ടോബർ 5 അല്ലേ, ആക്രമണത്തിന് ശേഷം ഉണ്ടായ നിലപാട് നിങ്ങൾ യുദ്ധം നിർത്തണം, നിങ്ങൾ ഏതെങ്കിലും 4 തീവ്രവാദികൾ കാണിക്കുന്ന അക്രമത്തിന് അതേ നാണയത്തെ തിരിച്ചടിച്ചിട്ട് ഒരു ജനതയെ മുഴുവൻ കൊല്ലരുത്, സീസ് ഫയർ വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട, പക്ഷേ ചെവിക്കൊണ്ടില്ല. അപ്പോൾ ആ പൊളിറ്റിക്സിന് ഈ സമയത്ത് ആ പൊളിറ്റിക്സിന് ഒരു മറുപടി എന്നോണം, അല്ലെങ്കിൽ ആ പൊളിറ്റിക്സിന് നിരക്കാത്ത വിധം നെതന്യാഹുവിനെ ഈ ഇലക്ഷൻ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് അവിടെ കൊണ്ടുവരുന്നതിൽ എൻ്റെ ഒരു ബലമായ സംശയം ഒരു ഡെമോക്രാറ്റ്സ് വേഴ്സസ് ബൈഡനെ പിടിച്ച് പുറത്താക്കിയ സ്വന്തം പാർട്ടിയോട് തന്നെയുള്ള ഒരു പ്രതിഷേധം. ആ പ്രതിഷേധത്തിൽ കമലയും പങ്കെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കമലാ ഹാരിസ് ആണ് അവർക്ക് സ്വീകാര്യയായ നേതാവ്, ഇപ്പോൾ ബൈഡൻ അല്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നെതന്യാഹുവിൻ്റെ പ്രസംഗത്തിന് അമേരിക്കൻ സെനറ്റേഴ്സ് വലിയ കൂടിയ തോതിൽ സ്റ്റാൻഡിങ് അപ്ലോസ് കൊടുത്തു എന്ന് പറഞ്ഞ അർത്ഥം. എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുക എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്ന അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റാണ് അമേരിക്കൻ കോൺഗ്രസ്സിൽ. അപ്പോൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അമേരിക്കയുടെ വാക്കുകളെ ചെവിക്കൊള്ളാതെ ഏകപക്ഷീയമായ ഹമ്മാസിനെ തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനവുമായി ഈ ഫലസ്തീൻ ഉപഭൂഖണ്ഡം, ഫലസ്തീൻ പെനിസുല മുഴുവനും സ്വന്തമാക്കും എന്ന പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകുന്ന നെതന്യാഹുവിന് കൊടുക്കുന്ന പിന്തുണയുമാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട് സമീപകാലത്ത് സ്വീകരിക്കുന്ന ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ നിലപാടിനോടൊപ്പമല്ല, ഞങ്ങൾ അങ്ങയോടൊപ്പമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൂടി ഇതിനർത്ഥമുണ്ട്. ചരിത്രപ്രധാനമാണ് ഈ പ്രസംഗം എന്ന് എനിക്ക് തോന്നുന്നു. ചരിത്രപ്രധാനമാണ് ആ സന്ദർശനം. അതിൻ്റെ കോൺസിക്വൻസ് ഒരു പക്ഷേ ആ സന്ദർശനത്തിൻ്റെ ഫലം നമ്മൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അത് അമേരിക്ക ചിലർ കമലാ ഹാരിസിനോട് യു ആർ ഡിസ്ലോയൽ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് പറയുമല്ലോ, അങ്ങനെ കുറച്ച് പേര് ഉണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ കാര്യം കമലാ ഹാരിസിൻ്റെ റിസൾട്ടിൽ ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ അത് ബാധിക്കും, പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത് അമേരിക്കൻ വിദേശ നയത്തെയും അത് ബാധിക്കും. ഇനി അങ്ങോട്ട് ജോൺ ബൈഡൻ സ്വീകരിച്ചതുപോലെ വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കാൻ ഇനി ആര് ജയിച്ചാലും, കമലാ ഹാരിസ് ജയിച്ചാലും ഡൊണാൾഡ് ട്രംപ് ജയിച്ചാലും സാധിക്കുകയില്ല. അത് അമേരിക്കൻസ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജാണ് അവർക്ക് കൊടുക്കുന്നത്. ദൂരവ്യാപകമായി അമേരിക്കൻ വിദേശകാര്യ നയം രൂപപ്പെടുത്തുന്നതിൽ ഗണ്യമായ ചരിത്രപരമായ ഒരു സന്ദർശനവും പ്രസംഗവുമാണ് അമേരിക്കൻ കോൺഗ്രസ്സിൽ ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിരിക്കുന്നത് എന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇത് ഇൻഫർമേറ്റീവാണ്. അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിൻ്റെ ഒട്ടുമിക്കാലും പോയിൻറ്റ്സ് സാറ് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങയോട് നന്ദി പറഞ്ഞ് ഈ ടോക്ക് തൽക്കാലം നമുക്കിവിടെ അവസാനിപ്പിക്കാം. നന്ദി സർ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.